മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത ഒരു അത്താഴ നയതന്ത്രം പാളിപ്പോയി എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. അതായത് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, അതുപോലെ ഗോവ ഗവർണർ മലയാളിയായ PS ശ്രീധരൻപിള്ള, ബംഗാൾ ഗവർണർ മലയാളിയായ CV ആനന്ദ് ബോസ്, ഈ 3 പേരെയും ക്ലിഫ് ഹൗസിലേക്ക് ഒരു അത്താഴ വിരുന്നിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചിരുന്നു. പക്ഷേ ഈ 3 പേരും തങ്ങൾക്ക് പങ്കെടുക്കാനാകില്ല എന്നറിയിച്ചതായാണ് മാധ്യമ വാർത്തകൾ. എന്താണ് സാർ മുഖ്യമന്ത്രി ഈ അത്താഴ വിരുന്നിലൂടെ ഉദ്ദേശിച്ചത്? എങ്ങനെയാണ് അത് പാളിയത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെയധികം അസ്വാഭാവികതയുണ്ട് അതിന്. നേരത്തെ തന്നെ അദ്ദേഹം കേരള ഹൗസിൽ വെച്ച് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് വിരുന്നൊരുക്കിയപ്പോൾ, വിരുന്നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഒരുക്കിയപ്പോൾ അത് തന്നെ KV തോമസിൻ്റെ ഒരു നയതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തപ്പോൾ അത് വളരെയേറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നിർമ്മല സീതാരാമൻ്റെ കുഴപ്പമല്ല, പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി വളരെയധികം അഴിമതി കേസുകളുടെ നടുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹവും മകളും കുടുംബവും. വിശദീകരണം അദ്ദേഹത്തിനോ പാർട്ടിക്കോ പറയാൻ കഴിയാത്ത, ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിധത്തിലാണ് നിൽക്കുന്നത്. ഇപ്പം നേരത്തെ SNC ലാവ്ലിൻ കേസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു. താൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒപ്പുവെച്ച കരാറാണ് എന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അത് മകളുടെ വീണ വിജയൻ്റെ കേസിൽ CMRലുമായിട്ടുള്ള ഇടപാടെന്ന് പറയുന്നത് താൻ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ നടന്ന പച്ചയായിട്ടുള്ള കാര്യമാണ്. തൻ്റെ മകളാണ്, തൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണ്, തൻ്റെ മന്ത്രിസഭയിലെ മുതിർന്ന ഒരു മന്ത്രിയുടെ ഭാര്യയുമാണ്. എന്നിട്ടും ഈ ഇടപാടിലെ ഈ 2.30 കോടി രൂപയുടെ ഇടപാട് എന്തിനു വേണ്ടിയായിരുന്നു എന്നതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്താണ് എന്ന് കേരള ജനതയോട് അദ്ദേഹത്തെ വിശ്വസിച്ച് തിരഞ്ഞെടുത്ത് അയച്ച ജനങ്ങളോട് CBIയോട് പറയുന്നത് പോട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്കെതിരെയുള്ള രാഷ്ട്രീയ അതിക്രമമാണെന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക്, നിങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് യുക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടോ? നിങ്ങളുടെ അണികൾക്കത് ബോധ്യമായിട്ടുണ്ടോ? ഈ പറയുന്ന അണികൾ ആരും, പല അണികളുമായിട്ട് ഞാൻ ബന്ധമുള്ളവരാണ്, ചില ഭാരവാഹികളുമായിട്ടും ബന്ധമുള്ളവരാണ്. ആർക്കും ഇതിനൊരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് തന്നെ ഇപ്പോഴും അവശേഷിക്കുമ്പോഴാണ് 4ാം വാർഷികത്തിൻ്റെ ഘോഷയാത്രകൾ ഇങ്ങനെ നടത്തുന്നത്. ആ ഘോഷയാത്രയ്ക്ക് ഇത്രയധികം 130 കോടി രൂപ ഈ ഒരു സംസ്ഥാനം ഇങ്ങനെ ദൂർത്തടിച്ച് ചെലവഴിക്കുന്നത് എന്തുകൊണ്ട്? ലോക ബാങ്കിൽ നിന്നെടുത്ത കടം പോലും വഴിമാറി ചെലവഴിച്ച, കിഫ്ബിക്ക് കൊടുത്ത പണം തിരിച്ചു പിടിക്കുന്ന ഒരു സംസ്ഥാനം അത്രയധികം സാമ്പത്തികമായിട്ട് ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനം എന്തുകൊണ്ടിങ്ങനെ ആർഭാടവും ധൂർത്തും നടത്തുന്നു? സർക്കാരിലെ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഉദാഹരണം ഒക്കെയുള്ള ജീവനക്കാരോടെല്ലാം പറഞ്ഞിരിക്കുക, ഇന്ന സ്ഥലത്ത് നടക്കുന്ന ഘോഷയാത്രയിൽ നിങ്ങളെല്ലാം സർക്കാർ ജീവനക്കാരോട് ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കണം. എന്താ ഇത്? ഗവൺമെൻറ്റിൻ്റെ വാർഷികമാണെങ്കിൽ EMS മന്ത്രിസഭ തുടങ്ങിയിട്ട് ഇന്ന് എത്ര വർഷമായോ അതിൻ്റെ അല്ലേ വാർഷികം നടത്തേണ്ടത്? ഇതപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ, ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ വാർഷികമാണ്. അത് രാഷ്ട്രീയമായ അഭ്യാസം തന്നെയാണ്. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമാണ് ഈ 130 കോടിയിലൂടെ നടത്തുന്നത്. അത് പ്രതിപക്ഷം എന്ന് പറഞ്ഞ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു, ശരി, പക്ഷേ അതല്ല അതിന് മറുപടി. ഈ 130 കോടി രൂപ ജനങ്ങളുടെ നികുതി പണം നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്തുകൊണ്ട്? നിങ്ങളിപ്പോൾ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് അത് നടപ്പാക്കുകയാണെങ്കിൽ ഓക്കെ, അത് പ്രചാരണമാണ്, അതേസമയം ജനസേവനവുമാണ്, വികസനവുമാണ്. പക്ഷേ ഇവിടെ ഘോഷയാത്ര നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പണം വിനിയോഗിക്കുമ്പോൾ അത് ധൂർത്താണ്, ദുർവ്യയമാണ്, ആഡംബരമാണ്. അത് ഒരു തരത്തിലും. സാർ, ഈ പറയുന്ന വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഗവർണർമാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങ് ബംഗാളിലെ കൽക്കട്ടയിൽ ഇരിക്കുന്ന ഗവർണറെയും ഗോവയിലെ പനാജിയിലിരിക്കുന്ന ഗവർണറെയും PS ശ്രീധരൻപിള്ള, അതുപോലെ തന്നെ CV ആനന്ദ് ബോസ് എന്നിവരെയും
ഇവിടുത്തെ രാജേന്ദ്ര ആർലേക്കറെ വിളിച്ചൊരു വിരുന്ന് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അവർ തമ്മിൽ ഗവർണറും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തും, ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമാണ്. ഈ അവിടെ നിന്നുള്ള ഗവർണർമാരെ ഇവിടെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. കട്ടിംഗ് ദ സൗത്ത് എന്നും പറഞ്ഞ് ഇവർ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെയൊക്കെ സമ്മേളനങ്ങൾ വെച്ച് കൂട്ടുന്ന ആ വഴിക്ക് ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇതിനൊരു പ്രചോദനം? എനിക്കൊട്ടും മനസ്സിലാവുന്ന. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഗവർണർമാർ ആ ക്ഷണം നിരസിച്ചു, അവർ പിന്മാറി എന്നാണ് കേൾക്കുന്നത്. പക്ഷേ PS ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനെ ഇങ്ങനൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കത്ത് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ കത്ത് കിട്ടാൻ വൈകുന്നത് കൊണ്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ CV ആനന്ദബോസ് ഇതുവരെ ഈ കാര്യം നിഷേധിച്ചിട്ടുമില്ല. അതിൻ്റെ കേട്ടാൽ ഉടനെ പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനൊരു ശ്രമം നടന്നിട്ടുണ്ടെന്നുള്ളത് എന്തായാലും പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഇവരാരും ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ളതും വ്യക്തമാണ്. ഇത് രാജ്ഭവനിൽ വെച്ചല്ല നടത്തുന്നത്, ക്ലിഫ് ഹൗസിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ബുദ്ധിമാനായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ എന്തോ തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ എന്തോ അലട്ടുന്നുണ്ട്. അതിനൊരു പരിഹാരമെന്നുള്ള നിലയിലായിരിക്കാം നേരത്തെ നിർമ്മലാ സീതാരാമനെയും അല്ലെങ്കിൽ ഗവർണർമാരെയും വിളിച്ച് കൂട്ടാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് എന്തോ ഒരു സുരക്ഷിത ബോധമില്ലായ്മ ഉണ്ടെന്നാണ് എനിക്ക് അരക്ഷിത അതാണ് അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലുള്ള മാറ്റം മധുരയിലെ അവരുടെ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോഴേ ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തെ എന്തോ ഇങ്ങനെ അസ്വസ്ഥനാക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയുടെ ഇന്നതാണെങ്കിൽ, അപ്പോൾ സുരക്ഷിത ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ഇതൊരു പിടിവള്ളിയാവും, അങ്ങനെ പഴനടത്തൊക്കെ കയറി പിടിക്കും, എല്ലാം പിടിക്കും, ചിലപ്പോൾ അപകടവും ആവും അത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടോ? അല്ല, അത് സാർ പാർട്ടിക്കുള്ളിലും അദ്ദേഹം വലിയ തോതിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാകുന്നത്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞു PK ശ്രീമതി പങ്കെടുക്കേണ്ടതെന്ന്. പക്ഷേ പാർട്ടിയുടെ സർവോന്നത ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പറഞ്ഞു ഞാനുള്ളപ്പോഴും പങ്കെടുത്തിട്ടുണ്ടല്ലോ, അതിന് വിലക്കൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ ആരും വിലക്കേണ്ട. പക്ഷേ ഈ മുഖ്യമന്ത്രി അനുകൂലിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി വന്നു. അവർക്ക് പ്രായപരിധിയിൽ ഇളവ് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലാണ്. സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ആ ഇളവ് ബാധകമല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം രംഗത്ത്. ഒരു മണ്ടത്തരം കൂടി പറഞ്ഞു. സംഘടനാപരമായ കാര്യമാണ്. പാർട്ടിയുടെ സംഘടനാപരമായ കാര്യം പറയുന്നത് മുഖ്യമന്ത്രിയാണോ? അതെ, എനിക്കറിയാൻ വേണ്ടിയിട്ട് സംഘടനാപരമായ കാര്യം പറയേണ്ടത് മുഖ്യമന്ത്രിയാണോ? പിന്നെ സംഘടനയുടെ സെക്രട്ടറി പിന്നെന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. സെക്രട്ടറി റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കുകയാണോ? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ശരിയാണ്, പിണറായി വിജയൻ. അദ്ദേഹം പറയുന്നു നിങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന്. അതിൻ്റെ പറയേണ്ടത് സെക്രട്ടറി, ആ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ബേബി പറയുന്നു. ഈ പിന്നെ സാർ ചുരുക്കി പറഞ്ഞാൽ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ഗവർണർമാരെ വിരുന്നിന് ക്ഷണിക്കുന്നു, അവർ നിരസിക്കുന്നു, അവർ വരുന്നില്ല. ഒരു വശത്ത് പാർട്ടിക്കുള്ളിൽ അനാവശ്യമായി അദ്ദേഹം തൻ്റെ സ്ഥാനത്തിനും പദവിക്കും യോജിക്കാത്ത രീതിയിൽ ഇടപെടുന്നു, പെരുമാറുന്നു. വലിയ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ കുരുക്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുന്നു എന്നൊക്കെയല്ലേ ഈ സംഭവങ്ങൾ തെളിയിക്കും. ആപ്റ്റായിട്ടുള്ളൊരു വാക്കാണത്. അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്നുള്ള അപ്പം നിലവിട്ട ഒരു നിലയിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ ഈ 4ാം വാർഷികത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു അസ്വസ്ഥതയുടെ ഒരു പ്രകടനമാണ്, ബഹിർസ്ഫുരണമാണ്. അതെ, ഒരു സുഖകരമായ ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്.